വേൾഡ് കപ്പ് നമുക്കില്ല. ഇനി അടുത്ത 4 വർഷം കാത്തിരിക്കണം. പക്ഷെ നീയും പോയി ഞാനും പോയി. ബട്ട് അവൻ വന്ന് അവിടെ ഊക്കി കൊല്ലാൻ വേണ്ടി വരും. ഇനി ബ്രസീലും പോർച്ചുഗലും ഒന്നാണ്. ഓക്കെ, ഇവിടെ എത്തും. ഡീൽ. വന്നവനും നിന്നവനും വെളിയില്, നമ്മളപ്പോഴും ഉള്ളില്. എന്താണ് കളിയൊക്കെ കണ്ടെന്നല്ലേ? നമ്മളെ ഓരോ ടീമിന്റെ കൂടെ കളിച്ചിട്ടൊന്നും അല്ല ഇതുവരെ എത്തിയത്. സെലക്ഷൻ പോലും ആവാത്ത ഏതൊക്കെയോ ടീമിന്റെ ഒപ്പം ക്യാബ് വർദ്ധനൊപ്പം മുക്കിയതാ. ആ മുക്ക് അങ്ങ് കോട്ടപ്പുറം ചന്തി കേട്ടു. ചന്തിയില് പക്ഷേ മുക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ വേൾഡ് കപ്പ് ആരുടെ കയ്യിലാണെന്നറിയോ? വേൾഡ് കപ്പിന്റെ അച്ഛൻ്റെ കയ്യില്. ഞങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കണം. വെളിയിലായ ടീമാണ്. ഇന്ന് കളിയുണ്ടല്ലോ. വേറെ ഇന്ന് തട്ടിമുട്ടിയിട്ട് ഇന്ന് ജയിക്കുവായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കണം. നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് അന്ന് ഇല്ലാത്ത ടീമിനെ നമ്മൾ പൊക്കിയതാണ്. വേറെ ടെസ്റ്റ് ഉണ്ട്. ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ തോൽക്കാൻ വേണ്ടിട്ട്. പിന്നെ നിങ്ങളെ കുറെ മന്ത്രവാദികളുണ്ട്. ഇതും കഴിഞ്ഞിട്ട് വരും. അതിന്റെ ആവശ്യം ഞങ്ങക്ക് CR ജൂനിയർ ഉണ്ട്. ജൂനിയർ ആരാണത്? നമ്മുടെ CR7ന്റെ മകൻ. അവനടിക്കൂടെ കപ്പ്. നിനക്കാര് ജൂനിയർ അത്രേ ഉള്ളു. അപ്പൊ കളിയൊക്കെ കാണാം. 9:00 എല്ലാവരും കളിയാണ്. കളി തട്ടിമുട്ടി ജയിക്കുമായിരിക്കും. രാത്രിക്കുള്ള പരിപാടിയൊക്കെ കാണാലോ. കാണാൻ പോണ പോരാൻ പറഞ്ഞറിയണ്ടല്ലോ. നോക്ക് ഏതിലാന്നുള്ളത് പറ. ഇത്ര ഡയലോഗ് ചെറിയ ടീം മോഴ ടീമിലൂടെ ഞാനല്ല. ഒരു 12-1 മണിക്ക് വരെ ഞാൻ സംസാരിക്കട്ടെ. ഏതോ ഒരു നീലി ശരി. ഒരു അർജന്റീന പറി